97, 98, 99, 100, 101. കർത്താവേ, ഇത് 100 രൂപ കൂടുതലുണ്ടല്ലോ. പങ്കച്ച അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അപ്പച്ച. ഞാനിത് 3ാമത്തെ പ്രാവശ്യമല്ലേ എണ്ണിച്ചെക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് പൈസ കുറവ് വന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാ കൂടുതൽ വരുന്നത്. റോയ് എന്തേ? മോനെ റോയ്. റോയ്, ഞാൻ കേട്ടു അപ്പച്ച. ഒരു 100 രൂപയുടെ കാര്യമല്ലേ, അത് നമുക്ക് 3 പേർ കൂടെ വീതിച്ചെടുക്കാം. അപ്പച്ചന് 33 രൂപ 33 പൈസ, ഇച്ചായന് 33 രൂപ 33 പൈസ, എനിക്ക് 33 രൂപ 34 പൈസ. അതെന്താ നിനക്കൊരു പൈസ കൂടുതൽ? അല്ലെങ്കിൽ 1 പൈസ ബാക്കി വരും. നിർത്തടാ, ഭാഗം വെക്കണ കാര്യമല്ല പറഞ്ഞത്. കണക്കിൽ 1 പൈസ കൂടുതലും പാടില്ല, കുറവും പാടില്ല. 2 പേരും കൂടി അക്കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അത് ശരിയാക്കിയിട്ട് വന്നാ മതി. സെക്കൻഡ് ഷോ. അപ്പച്ചൻ എന്താ പറഞ്ഞേ? അല്ല, സെക്കൻഡ് ടൈം ചെക്ക് ചെയ്തിട്ട് വന്നാ മതി. അങ്ങനെ തന്നെയാണ് നിങ്ങൾ അതെ, അതെ. പറഞ്ഞത്. പിന്നെ അക്കൗണ്ട് ഒക്കെ ശരിയാക്കിയതിന് ശേഷം സ്റ്റോക്ക് എടുപ്പ് കൂടി ഇന്ന് തന്നെ ഇങ്ങോട്ട് തുടങ്ങിക്കോ. അത് നാളെ തുടങ്ങിയാ പോരാ അപ്പച്ച? പോരാ, ഇന്ന് തന്നെ തുടങ്ങണം. അപ്പച്ച, ഇന്ന് കറുത്ത വാവ, നല്ല ദിവസമല്ല. ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. അതെ, നിങ്ങളുടെ ചോറ് വീട്ടിൽ തന്നെ ഇരിക്കും, അത് പട്ടിയൊന്നും വന്ന് തിന്നില്ല. അപ്പൊ അപ്പച്ചൻ നമ്മൾ വന്നിട്ട് ആഹാരം കഴിക്കൂ. അത് നീ എന്നെ പട്ടിന്ന് വിളിച്ചല്ലടാ കള്ള. നിന്നെ ഞാൻ വീട്ടിലേക്ക് വാ, വീട്ടിലേക്ക് വന്ന് ശരിയാക്കി തരാം. ഞാൻ അങ്ങനെ ഉറങ്ങൊന്നുമില്ല. നിനക്ക് ഇന്ന് 2 തന്നിട്ടുള്ള കാര്യമുള്ളൂ. बाहर आ जाइए साहब. वो रुपये का बैग हमें दे दो. ഇതിപ്പോ എന്താ പുതിയൊരു ഭാഷ? बोला ना, वो रुपये का बैग दे दो और चुपचाप चले जाओ. ഏയ്, മലയാളം അറിയില്ലേ? क्या? മലയാളം അറിയില്ലേന്ന്? अरे अरे भाग रहे हैं. अरे जल्दी चलो. എനിക്ക് വയ്യ, ഞാൻ രാവിലെ പോവാ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
പരിശുദ്ധമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ഗന്ധം കൊണ്ടുള്ള കോട്ടെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്ക. ഈശോ, ഈശോ. മിശിഹായ തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളിൽ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കാലുമ ചവിട്ടല്. മുതലാളി ഇന്നും നല്ല കണ്ടീഷനിലാ വരവ്. എന്നതാ ഇത്? ഉം. എന്റെ കർത്താവെ, ഇതിയാനെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി മേലെ കുടിക്കില്ലാന്ന് പറഞ്ഞ് സത്യം ചെയ്തേച്ചല്ലേ ഇന്ന് കാലത്തെ തുണിക്കടയിലോട്ട് പോയത്. ശവത്തി കുത്താതെ അമ്മച്ചി. ആ, ആ. അപ്പച്ചൻ ബ്രാൻഡി വാങ്ങിക്കാനായിട്ട് ബാറിലോട്ട് പോകുന്ന വഴി അജ്ഞാതരായ ഒരു സംഘം ഗുണ്ടകള് അതിദാരുണമായി ആക്രമിച്ചു. എന്റെ ഈശോയെ, എന്നിട്ട് വല്ലതും പറ്റിയോ? പേടിക്കാൻ ഒന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല അമ്മച്ചി. എന്തിനാ ഇച്ചായ കള്ളം പറയുന്നത്? ഞങ്ങൾ തക്ക സമയത്ത് ചെന്നില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാം കൂടി അപ്പച്ചനെ ഇടിച്ച് കൊന്നേനെ. ദാടാ, ഹ, എന്ന് പറഞ്ഞാ പിന്നെ അപ്പച്ചൻ അങ്ങനെ വല്ലതും സംഭവിച്ചു പോയിരുന്നെങ്കിൽ അമ്മച്ചിക്ക് ഉണ്ടാകുന്ന ദുഃഖം അപ്പച്ചൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെല്ലാവരും കൂടി അനാഥരായി അപ്പച്ചന്റെ കുഴിമാടത്തിൽ എന്നും വിളക്കും അയ്യോ, എന്റെ കർത്താവേ, എന്റെ പിള്ളേരുടെ അപ്പച്ചൻ പോയേ. എനിക്ക് ആരും അറിയില്ല. എടി നിർത്താൻ, നിർത്തടി, എടി നിർത്ത്. ഞാൻ ജീവിച്ചിരിപ്പില്ലേ? അപ്പച്ച ശരീരം വേദന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ചാരായത്തിൽ പച്ചമുട്ട എടുത്ത് കലക്കി കുടിച്ചാൽ മതി, മാറും. ഈ നേരത്തിന് ചാരായ എവിടുന്ന് കിട്ടാനാ? കിട്ടുവോ? മനസ്സിൽ വെച്ചാ മതി. അയ്യടാ, ഇനി അതിന്റെ പേരും പറഞ്ഞ് ചാരായം കുടിക്കാവുന്നതായിരിക്കും. ചാരായൊന്നും വേണ്ട അപ്പച്ച. 3-4 കാഞ്ഞിരം കുരുവും 4-5 പാവയ്ക്കയും കുറച്ച് ഇഞ്ചിയും കൂടെ ആവണക്കെണ്ണയിൽ അരച്ച് കലക്കി കുടിച്ചാ മതി. അത് നിന്റെ അപ്പം കുടിക്കും. അതന്നെ ഏതെന്നെ? അവൻ പറഞ്ഞത് നേരാ. തലയ്ക്ക് സുഖമില്ലെങ്കിൽ എന്താ ചെയ്യാ, ഭാര്യ ആയാലും അല്ലേ?